ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. കുറച്ച് ഗാർഡനിങ് പരിപാടികളും അതുപോലെ വൈകിട്ടത്തെ ഡിന്നർ പ്രിപ്പറേഷനും പിന്നെ ക്ലീനിങ്ങും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ മുന്നത്തെ വ്ളോഗ്സിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ള പുതിന ആണ് കേട്ടോ. അപ്പം പുതിന കുറച്ച് ഉള്ളിലൊക്കെ കുറച്ച് ഡ്രൈ ആയി. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയാലാണ് പിന്നെയും പുതിന നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനു മുന്നേ ശരിക്കും നല്ല പോലെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടൊരു കെയർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഡ്രൈ ആയി പോകും. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചാൽ പുതിയത് വരുന്നതാണ് വിചാരിക്കുന്നത്. എന്തായാലും റൂട്ട്സൊക്കെ നല്ലപോലെ ഉണ്ടാവുമല്ലോ മണ്ണിൽ. അപ്പം എന്തായാലും കുറച്ച് നമ്മൾ ഈ ഇടയിലുള്ള ഡ്രൈ സംഭവങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെയും നല്ല നീറ്റായിട്ട് നല്ല രീതിയിൽ വളർന്നു കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ കുറച്ചായി ഇപ്പോൾ വേപ്പിനൊക്കെ ഒരു കെയർ കൊടുത്തിട്ട്. അപ്പോൾ ഞാനൊരു ചാനൽ കണ്ടതാണ്, ഇങ്ങനെ പുളിച്ച തൈര് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്താൽ നല്ലതെന്ന് വെച്ചിട്ട് ഞാൻ ഇച്ചിരി തൈര് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും കുറച്ചുകൂടി എന്തെങ്കിലും നമ്മൾ വളമൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കെയർ ചെയ്ത് പുതിനയും വേപ്പും ഒന്ന് നന്നായിട്ട് തന്നെ നോക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനതുപോലെ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം നിറച്ചെടുക്കുകയാണ് കേട്ടോ. വെള്ളം കുടിക്കാൻ ഈയിടെയായിട്ട് വെള്ളം കുടിക്കാനാണ് ഏറ്റവും മടി തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ബോട്ടിൽ നിറച്ചിട്ട് നമ്മളത് ഫിനിഷ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ എന്തായാലും വെള്ളം കുറച്ച് കൂടുതൽ ചെല്ലും. അതല്ലെങ്കിൽ നമ്മൾ എന്തായാലും തിരക്കിൻ്റെ ഇടയിൽ മറന്നു പോകും. പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ലോണ്ട്രി ചെയ്തത്, അതുകൊണ്ട് തന്നെ തുണികളൊന്നും പ്രോപ്പറായിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തായാലും അത് നന്നായിട്ട് ഉണങ്ങാതെ നമുക്ക് മടക്കി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ്. റൂമൊക്കെ ഒന്ന് ഒതുക്കിയിട്ടു. പിന്നെ ഈ ഒരു ചെറിയൊരു കബേർഡില്ലേ, ഇതിനകത്ത് ഞാൻ മോൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ പിന്നെ യൂണിഫോം ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചു കേട്ടോ. അപ്പം എനിക്ക് കുറച്ചുകൂടി ഇത് കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. അവർ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേനും ആ ഒരു കബേർഡിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് എടുക്കാൻ നല്ല എളുപ്പമായിട്ട് തോന്നി, സാധാരണ കബേർഡിൽ വെക്കുന്നതിനേക്കാളും. പിന്നെ ഇത് പുതിയതായിട്ട് വാങ്ങിച്ച റിമോട്ട് വെച്ചിട്ടുള്ള ഹെലികോപ്റ്ററാണ് കേട്ടോ. ഇപ്പോൾ കളിക്കുന്നൊരു ടോയാണ്. അപ്പം അതവിടെ ഇരിപ്പുണ്ട്, അതാണ് കാണിച്ചത്. അതുപോലെ കിൻഡിലും അവിടെ ഇരിപ്പുണ്ട്. കിൻഡിലാണ് മെയിനായിട്ട് ഇപ്പോൾ മോൻ വായിക്കുന്നത്. വീക്ക് ഡേയ്സിൽ TV കൊടുക്കാറില്ല. ഇനി ഞാൻ ചായയുടെ ടൈമിൽ കോൺ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കോൺ ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വൺ ഓഫ് ദ സ്നാക്സാണ് ഇവിടുത്തെ കോൺ. ഉണ്ടെങ്കിൽ കോൺ ജസ്റ്റ് രണ്ടായിട്ടൊന്ന് ഒടിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കും. അത് നമുക്ക് വേണമെങ്കിൽ ബട്ടറും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ആഡ് ചെയ്തിട്ട് കഴിക്കാമല്ലോ. അതല്ലാതെയും ഇവിടെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പം കോൺ ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും കോൺ വെറുതെ ആവിയിൽ വേവിച്ചിട്ട് പ്രഷർ കുക്കറിൽ തന്നെ വേവിച്ചിട്ട് എടുക്കാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി ഒന്ന് വാടിയൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ചീത്ത ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഫ്ലോററ്റ്സ് ആക്കി ഇട്ടതിന് ശേഷം നമ്മൾ എന്തായാലും അതിൽ പുഴു കാണുമല്ലോ. അപ്പം കുറച്ച് ഇളം ചൂടുള്ള വെള്ളവും പിന്നെ അതുപോലെ ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് കുറച്ച് നേരം ഇട്ട് വയ്ക്കുമ്പോൾ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ മേലോട്ട് പൊങ്ങി വരും. അതിനുശേഷം പിന്നെ നമുക്കെടുത്ത് യൂസ് ചെയ്യാമല്ലോ. അങ്ങനെയാണ് നമ്മൾ കോളിഫ്ലവർ ഉപയോഗിക്കാറ്. അല്ലാതെ നേരെ വെറുതെ അങ്ങ് കഴുകി ഉപയോഗിക്കാറില്ല. കോളിഫ്ലവർ പൊതുവേ നമ്മൾ നല്ലപോലെ ക്ലീൻ ആക്കണം എന്നാണ് പറയുക. പിന്നെ ഞാൻ അതുപോലെ കിച്ചണൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് റീഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാം. പക്ഷെ ഇപ്പം നല്ല തിരക്കായതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം എന്തായാലും അത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തായാലും അത് ചെയ്തതിന് ശേഷമുള്ള സംഭവങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. വലിയ രീതിയിലൊന്നുമല്ല, എന്നാലും എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാധനങ്ങളുടെ അറേഞ്ച്മെൻ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക.
പിന്നെ അതുപോലെ പുതിയ സോഫ സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നേരത്തെ യൂസ് ചെയ്തിരുന്നത് നമ്മൾ തൊട്ടിപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി. കുറച്ചൊരു കൺജഷൻ ഉണ്ടെങ്കിലും കിച്ചണിൽ നിന്നൊക്കെ വന്ന് റിലാക്സ് ചെയ്യാൻ ആ ഒരു സെറ്റ് കിട്ടപ്പോഴത്തേനും നല്ലൊരു രസമുണ്ട് കേട്ടോ. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊന്ന് വാക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ജിമ്മിൽ പോയി നോക്കിയപ്പം അവിടെ നിറയെ ആളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് എന്തായാലും പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്താണ് കേട്ടോ നടക്കാൻ പോയത്. അപ്പോൾ ഒരു അരമണിക്കൂർ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇനി വാക്കിങ്ങും വർക്കൗട്ടും ഒക്കെ നമ്മളുടെ ഇതിലോട്ട് തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇതുവരെ പ്രോപ്പറായിട്ടൊരു റുട്ടീനിലേക്ക് ഇതുവരെ വരാൻ സാധിച്ചിട്ടില്ല. പിന്നെ വൈകുന്നേരത്തെ ഡിന്നർ എന്ന് പറഞ്ഞാൽ ഇടിയപ്പവും പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ പൊട്ടറ്റോ വേവിച്ച് ചേർക്കുകയാണ്. ആ ഒരു കോമ്പിനേഷൻ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കോൺ പുഴുങ്ങിയതുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ആസ് യൂഷ്വൽ കിച്ചൺ കുറച്ച് മെസ്സി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് എല്ലാ പണികൾക്ക് ശേഷം. അപ്പം ഇനിയിപ്പോൾ അടുത്തത് കിച്ചൺ ക്ലീൻ ചെയ്യണം. അപ്പോൾ നേരത്തെ മഞ്ഞളൊക്കെ എടുത്തപ്പോഴത്തേനും കുറച്ച് താഴെ വീണിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും യൂഷ്വൽ കിച്ചൺ ടവൽ എടുക്കുന്നില്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുറച്ച് കിച്ചൺ ടവൽസൊക്കെ ഞാൻ കിച്ചൺ ടവലല്ല ക്ലീനിങ് തുണികൾ, നമ്മുടെ വേസ്റ്റ് വരുന്ന ക്ലീനിങ് തുണികൾ കട്ട് ചെയ്ത് ഒരു ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡീപ്പ് സ്റ്റെയിൻസ് ഒക്കെ വരുമ്പോഴത്തേനും ആ തുണികൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് നമ്മൾ കളയുകയാണ് ചെയ്യുക. നമ്മൾ സാധാരണ ടിഷ്യൂസൊക്കെ യൂസ് ചെയ്യില്ലേ, അതിന് പകരമായിട്ട്. പിന്നെ ഒരു ഇച്ചിരി നേരം മോൻ്റെ കൂടെ പഠിപ്പിക്കാനിരുന്നു. അതിനുശേഷം ആണ് ഞാൻ വീണ്ടും കിച്ചൺ ക്ലീനിങ്ങിന് വരുന്നത്. അപ്പോൾ അത്യാവശ്യം മെസ്സിയായിട്ട് കിടന്നിരുന്നതായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം കൗണ്ടർ ടോപ്പ് ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നല്ല ക്ലീനായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ക്ലീനിങ് വീഡിയോയിൽ പറഞ്ഞ പോലെ, മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ കിച്ചൺ ക്ലീനിങ്, അതിൽ പറഞ്ഞ പോലെ നമ്മൾ വെള്ളം ഒന്ന് വാമാക്കിയിട്ട് അല്ലെങ്കിൽ ചൂടാക്കിയിട്ടാണെങ്കിലും എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പും സ്റ്റൗവും ഒക്കെ തുടയ്ക്കുകയാണെങ്കിൽ ഈ ഓയിൽ സ്റ്റെയിൻസ് ഒക്കെ ഉണ്ട് ഇല്ലേ, അതൊക്കെ നമുക്ക് നല്ലപോലെ അതിൻ്റെ കറിയും പാടും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ട്രൈ ചെയ്യാത്തവർ. പിന്നെ അതുപോലെ കിച്ചണൊന്നും ഇപ്പം വിചാരിച്ച പോലെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഫിനിഷ് ഓഫ് ചെയ്യാൻ പറ്റാറില്ല. നല്ല തിരക്കാണ്. എന്തായാലും കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്കൊരു ബാക്ക് ഓൺ ട്രാക്ക് ആവുമെന്ന് വിചാരിക്കുന്നു. ഈ ദിവസം എന്തായാലും കൗണ്ടർ ടോപ്പ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് നല്ലപോലെ വൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീനിങ് ചെയ്യുമ്പോൾ എപ്പോഴും കൗണ്ടർ ടോപ്പൊക്കെ ക്ലിയർ ചെയ്ത് ഒന്ന് തുടച്ചിട്ടതിന് ശേഷമാണ് പിന്നെ ബാക്കി പാത്രങ്ങൾ കഴുകാനുണ്ടെങ്കിൽ ചെയ്യുക. അപ്പം ഇനിയിപ്പം ഡിഷസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പണി. അങ്ങനെ കിച്ചണൊക്കെ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. സിങ്കൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. പാത്രങ്ങൾ ഒന്നും തന്നെ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ അതുപോലെ കുട്ടികളുടെ രണ്ടുപേരുടെയും ലഞ്ച് ബോക്സ് ഞാൻ എന്നും റെഡിയാക്കി വെക്കാറുണ്ട്. അതല്ലെങ്കിൽ രാവിലെ എനിക്കൊരു ധൃതി പണിയായിട്ട് തോന്നും. അപ്പം അത് ഞാൻ ക്ലീൻ ചെയ്ത് എന്തായാലും കൗണ്ടർ ടോപ്പിൽ റെഡിയാക്കി തന്നെ എടുത്തു വയ്ക്കും. അപ്പോൾ അതൊക്കെയായിരുന്നു ആ ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ. ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല നല്ല വീഡിയോസായിട്ട് വരാൻ വേണ്ടി ഞാൻ എന്തായാലും ശ്രമിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.